ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചക്ക ചിപ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക ചിപ്സ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. പണിയാനും ഒത്തിരി ബുദ്ധിമുട്ടാണ്, വൃത്തിയാക്കാനും ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ സാധാരണ ഇവിടങ്ങളിലൊക്കെ എല്ലാ മനുഷ്യർക്കും ചിപ്സ് ഒത്തിരി ഇഷ്ടമാണെങ്കിലും ഉണ്ടാക്കാനും അറിയത്തില്ല. അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം തന്നെ ചക്ക എല്ലാം വൃത്തിയാക്കിയെടുക്കാം. आज हम कटहल का चिप्स बनाने जा रहे हैं। केरला स्टाइल में दिखाएंगे कैसे है। हम लोग का घर में ज़्यादा कटहल पड़ा है, छिलका निकाल कर रखा है। इसके बाद देखिए सब साफ करना है। एक पीस निकाल के देखिएगा, इसका अंदर का बीजा भी निकाल के साफ करना है। सब साफ करके रखना है। हम पूरा साफ करके रखा है। देखिएगा ऊपर का छिलका छोटा छोटा है, वो सब साफ करना है। सूता जैसा ये वाला साफ करके रखना है। इसका अंदर का बीजा भी निकाल के सब रखना है। एक एक टू निकाल देगा। നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചുള നമുക്ക് ഓരോന്ന് എടുക്കാം. നമ്മുടെ ഈ സൈഡിലത്തെ കട്ടിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ये साइड का पोर्शन देखिएगा, इधर थोड़ा ज़्यादा मोटा है, इधर भी थोड़ा ज़्यादा मोटा है। ये दोनों साइड कटिंग करना है। दोनों साइड ऐसे कटिंग करके निकालना है। निकाल के एक ही साइज में काटना है। देखिएगा ऐसे काट के निकाल दीजिएगा। നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ऊपर और नीचे का पोर्शन कटिंग करके हटाना है। देखिए इसके बाद ऐसे ऐसे थोड़ा कटिंग करके रखना है। पूरा ऐसे कटिंग करना है। ऊपर और नीचे का हटाना है। देखिए ऐसे അങ്ങനെ നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം. മോട്ടാ വാല പീസ് ഹട്ടാന है। കട്ടിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച് നമുക്ക് ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പൂര കട്ട് करके निकालना है। നമുക്കെല്ലാം ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. थोड़ा काट के रखा है। देखिएगा कैसे काटा है। നമ്മൾ നോക്കിക്കുക, ഒരേ വലുപ്പത്തിൽ ഒരേ നീളത്തിലുമൊക്കെയാണ് ഞാൻ കഴിയാവുന്നത്ര ആക്കിയത്. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഈ ചക്ക വറുക്കൽ റെഡിയാകത്തില്ല. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറേശ്ശെ കുറച്ചിട്ട് വറുത്തെടുക്കാം. देखिए एक ही जैसे काट के रखा है। देखिए तब तो फ्राई करने का टाइम एक ही जैसे ही फ्राई हो जाएगा। तेल गरम हो गया, നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് കുറച്ച് ഇട്ട് കൊടുക്കാം. थोड़ा डालेंगे। കുറച്ച് ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. थोड़ा कटहल डाला है। ചൂട് എണ്ണയ്ക്കകത്തോട്ടാണ് ഇട്ടിരിക്കുന്നത്. अच्छा गरम था तेल, अच्छे से फ्राई करके निकाल देंगे। നമുക്ക് നല്ലതായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. एक स्पून नमक दिया है, थोड़ा पानी में डाला है। നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചക്ക ആയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. कटहल पूर है, अभी थोड़ा मिला दीजिएगा अच्छे से. चक्ക चिप्സിൻ്റെ പരിവായി കഴിഞ്ഞു. നോക്കിക്കേ, ശബ്ദം കേട്ടോ, आवाज़ आ रहे. देखिए फ्राई हो गया. अभी डालना है नमक. നമുക്ക് ഉപ്പിൻ്റെ വെള്ളമാണ് ഞാൻ റെഡിയാക്കി വെച്ചത്. नमक पानी है, अभी डालना है. ഉപ്പുവെള്ളം ഒഴിച്ച് കഴിയുമ്പോഴുള്ള ബഹളമെല്ലാം തീർന്നു കഴിഞ്ഞു. नमक पानी डालने का बाद इतना आवाज़ आया है कि पूरा शांत हो गया. अभी हम लोग का चिप्स रेडी हो गया. हमारे चिप्स रेडी आई गई. നമുക്ക് എടുക്കാം. चिप्स निकाल देंगे. കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. പുറത്തോടെ ഡാലേंगे. ചക്ക ആയി കഴിഞ്ഞു.
നോക്കിക്കേ, നല്ല കിലുകിലാന്നുള്ള ശബ്ദമാണ്. देखिए ऐसा वाला आवाज़ आने के टाइम कटहल फ्राई हो गया. देखिए और अभी डालना है नमक. നമുക്ക് ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പുവെള്ളം ഒഴിച്ചിട്ടുള്ള ബഹളം എല്ലാം കുതിർന്നു കഴിഞ്ഞു. നമ്മുടെ ചിപ്സ് റെഡി ആയി കഴിഞ്ഞു. नमक पानी डालने के बाद इतना आवाज़ आया, वो सब शांत हो गया. अभी हम लोग का चिप्स रेडी हो गया, निकाल देंगे. हमारे चिप्स रेडी आई गई നമുക്ക് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും സഹകരിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇഷ്ടം പോലെ ചക്ക ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം. कटहल का चिप्स रेडी हो गया. बहुत टेस्टी है, बहुत क्रिस्पी भी है. देखिए നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് ആണ്. വീട്ടിലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് നിറച്ചും പൊട്ട നിറച്ച് നമുക്ക് ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം. सब लोग घर में एक ही साथ ट्राई करेगा तो ज़्यादा चिप्स घर में बना सकता है. प्लीज़ लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.